ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് NCRTC അതായത് റെയിൽവേയുടെ മെയിൻ്റനൻസ് സെക്ഷന്റെ വേക്കൻസിയുമായിട്ടാണ്. ഞാൻ ഇതിനു മുന്നേ ഒന്ന് രണ്ട് റെയിൽവേയുടെ വേക്കൻസി ഇട്ടിരുന്നു. പക്ഷെ റെസ്പോൺസ് അതിനകത്ത് കുറവാണ് കാണുന്നത്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ മലയാളികൾ കാണുന്നവര് അല്ലെങ്കിൽ ഈ റെയിൽവേ തഴയുന്ന റെയിൽവേയുടെ വേക്കൻസിയെ തഴയുന്നു. റെയിൽവേ കണക്ക് ഒരു നല്ല വേക്കൻസി അല്ലെങ്കിൽ നല്ല ഒരു ജോബ് നമുക്ക് റെയിൽവേയിലെ പോലെ നമുക്ക് കിട്ടാനില്ല. അപ്പം റെയിൽവേയിൽ നിങ്ങൾ ഇത് കാണുന്നവര് ശ്രദ്ധിക്കുക. വളരെ നല്ല അത് ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറിന്റെ ഉണ്ട്, മെക്കാനിക്കൽ അസിസ്റ്റന്റിന്റെ ഉണ്ട്. അപ്പം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഡിപ്ലോമ ഒന്നെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് പിന്നെ ITA പാസ്സായിരിക്കണം. അപ്പം പക്ഷെ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം. റെയിൽവേയുടെ മെയിൻ്റെനൻസിന്റെ ആ ഒരു സെക്ഷനിലുള്ള വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. NCRTC നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യ ഗവൺമെന്റിന്റെയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഈ ഒരു സർക്കുലർ ആണ് നിങ്ങൾ കാണുന്നത്. സർക്കുലർ 24/3/25 ഇത് സർക്കുലർ അവരിറക്കിയത്. ഇതിന്റെ നമ്പർ പറയുന്നുണ്ട് NCRTC/CO/HR RECTT/റിക്രൂട്ട്മെന്റ്/O&M 13/20/25 വേക്കൻസി നോട്ടീസ് എന്ന് പറയുന്നുണ്ട്. വേക്കൻസി നോട്ടീസിന്റെ നമ്പർ ഉണ്ട്. റിക്വയർമെന്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് സ്റ്റാഫ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, പെർമനന്റ് ആണ്. അതായത് 2 വർഷത്തെ ഒരു പ്രൊവിഷണൽ പീരീഡ് അവർ പറയുന്നുണ്ട്. അതിപ്പോ ഏത് ജോലിക്ക് നിങ്ങൾ ചെന്നാലും, ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചിലർ പ്രൈവറ്റ് കമ്പനികളിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൈവറ്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനികളിലാണെങ്കിൽ 6 മാസം 3 മാസം 9 മാസം ഒക്കെ പ്രൊവിഷനുണ്ട്. ഇത് ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് 2 വർഷത്തെ പ്രൊവിഷണൽ പീരീഡ് ആണ് പറയുന്നത്. പക്ഷെ വളരെ നല്ല വേക്കൻസിയാ, ബമ്പർ വേക്കൻസി എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വേക്കൻസിയാ റെയിൽവേയുടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും റെസ്പോൺസ് ചെയ്യണം ഇതിനകത്ത്. ഇത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് ഇത് തുടങ്ങുന്നത് 24/3/25 തൊട്ട് ഇത് തുടങ്ങി. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് 24 ഏപ്രിൽ 25 വരെ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യും. രാത്രി 12 മണി വരെ അതുവരെ പറയുന്നുണ്ട്. ടെൻറ്ററ്റീവ് ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് CVT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് May 2025. അപ്പൊ ഇതിനകത്തൊരു കാര്യം ഞാൻ പ്രത്യേകം, മെയിലാണ്, ടെൻറ്ററ്റീവ് ആണ്. അത് മെയിൽ നിങ്ങൾ ഡേറ്റ് പിന്നെ അറിയിക്കും. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ID അതിന്റെ ഡേറ്റ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കണം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പൊ ഇതിനകത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇത് ഒരു ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേയുടെ ആയതുകൊണ്ട് ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. മെയിൽ ആൻഡ് ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്നാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എവിടെങ്കിലും ആയിരിക്കും, നിങ്ങൾ കേരളത്തിലല്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ആയിരിക്കും ഇതിന്റെ എക്സാം സെന്റർ എന്ന്. അപ്പൊ അവര് താഴെ പറയുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ അവര് താഴെ പറയുന്നുണ്ട് എക്സാം സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ള നമുക്ക് മലയാളികൾക്ക് പറ്റിയ 3 സ്ഥലങ്ങളുണ്ട്. കേരളത്തിലില്ല, പക്ഷേ ഇത് തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, അതുകൂടാതെ ഹൈദരാബാദ്. നിങ്ങൾക്ക് ഈ 3 സ്ഥലങ്ങളിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രിഫറൻസ് നിങ്ങൾ വെക്കണം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഹൈദരാബാദാണോ അതോ ചെന്നൈ ആണോ അതോ ബാംഗ്ലൂർ ആണോ എന്ന്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ വേക്കൻസി എന്ന് പറയുന്നത് NCRTC റിക്വയർ ദ ഫോളോയിങ് നോൺ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസിക്സ് ആസ് മെൻഷൻഡ്. ഇത് ഒന്നാമത്തെ ഇത് വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഇതിന്റെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നതെന്ന് ഞാൻ താഴെ പറയാം. ഇപ്പം ജൂനിയർ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്. അത് കണക്ക് തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ വേക്കൻസി ഉണ്ട്. അപ്പൊ പേ സ്കെയിൽ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പേ സ്കെയിൽ ഞാൻ ഇതിന്റെ ലിങ്ക്, അതായത് നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക. ഈ പേ സ്കെയിലും വേക്കൻസി എത്രയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക.
അപ്പം വീഡിയോയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനലിൽ നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യുക. ഇത് കണക്കുള്ള നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാര്യം എങ്കിലും ഞാൻ ഇത് കണക്കുള്ള വേക്കൻസികൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുവാനുള്ള കാര്യങ്ങളും അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ളതും അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുന്നെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ അത് നിങ്ങളുടെ ഇതാ. പക്ഷെ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ മുന്നിൽ ഇത് കണക്ക് ഞാൻ വേക്കൻസി ആയിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ആർക്കെങ്കിലും ഉപകരിക്കുമായിരിക്കും. അപ്പം അത് കണക്കുള്ള വേക്കൻസി ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുന്ന അതെനിക്ക് മോട്ടിവേഷനാണ്. ലൈക്ക് ചെയ്യുന്നതിന് സമയം അധികം വേണ്ട. അതിനകത്ത് ആ കൈയുടെ തമ്പ് ഇംപ്രഷൻ്റെ അത് കാണിച്ചിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. അപ്പം നമുക്ക് മുന്നോട്ട് നീങ്ങാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ ഉണ്ട്, അതിൻ്റെ ഉണ്ട്. ഇവിടെ സാലറി അതിൻ്റെ പറയുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഉണ്ട്, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് ഇതുണ്ട്, അതുണ്ട്. പിന്നെ അസിസ്റ്റന്റ് എച്ച് ആറിന്റെ വേക്കൻസി ഉണ്ട്. ജൂനിയർ മെയിൻറ്റെയിനിയർ ഇതിന്റെ ഇലക്ട്രിക്കലാണ്. ഇതിന് നിങ്ങൾ ITI ആണ് ഇവർ ചോദിക്കുന്നത്. ജൂനിയർ മെയിൻറ്റെയിനിയർ മെക്കാനിക്കൽ ഇതിനും ITI ആണ് അവർ ചോദിക്കുന്നത്. ഇത് ക്ലാസ് 10 പാസ്ഡ് പ്ലസ് ITI ഓർ ഡിപ്ലോമ. ഇനി അസിസ്റ്റന്റ് HR ഉണ്ട്. ഇനി താഴെ ഇവിടെ പറയുന്നത് ബ്ലൈൻഡ്നെസ് ഇത് പോട്ടെ, നമുക്ക് ഇതൊക്കെ വിടാം. ഇത് അങ്ങനെയുള്ള അംഗവൈകല്യം ഉള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇവിടെ ഏത് സാലറിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ ഒരു ഇവർ പറയുന്ന ബേസിക് പേ ആണ്. ഇത് പേ സ്കെയിൽ ആൻഡ് ലെവൽ ബേസിക് പേ ആണ് പറയുന്നത്. 22,800 തൊട്ട് 75,850 വരെയുണ്ട്. ഏജ് 25 വയസ്സായിരിക്കും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സായിരിക്കണം. 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. അപ്പം അത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇതിന്റെ പേ സ്കെയിൽ പറയുന്നുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ ഇതിനും വേണം. ഇനി ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിനും സെയിം 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ജൂനിയർ എഞ്ചിനീയർ സിവിലിനും 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഓരോ കാറ്റഗറി നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കണം. സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറുടെ ഒരു ഇവിടെ ചോദിക്കുന്നില്ല, ഡിപ്ലോമയാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പം ഇനി അസിസ്റ്റന്റ് HR അസിസ്റ്റന്റ് 3 ഇയർ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് BBA or BBM പഠിച്ചവർക്ക് ഇതിനകത്ത് അസിസ്റ്റന്റ് HR അപേക്ഷിക്കാൻ പറ്റും. അവരുടെ പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അസിസ്റ്റന്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി ഇതിന് ഗ്രാജുവേറ്റ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഓർ ഈക്വലന്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. CBT ഓർ SCBT സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ഓർ ഈക്വലന്റ് ITI പാസ്സായവർക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അത് കണക്ക് തന്നെ ജൂനിയർ മെയിൻറ്റെയിനിയർ മെക്കാനിക്കൽ ഇതിനും ITI ആണ് ചോദിക്കുന്നത്. ITI NCBT സർട്ടിഫിക്കറ്റ് ഇൻ ഫിൽട്ടർ ട്രേഡിലാണ് ഓർ ഈക്വലന്റ്. അപ്പം ഇതിന്റെ സാലറിയുടെ ഈ പേ സ്കെയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഏതിനെന്താണെന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞോട്ട് വരുന്ന ഇവർ പിന്നെ പറയുന്ന ഇത് നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ല കണക്ക് പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ് 25 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ആൾ എലിജിബിൾ ക്രൈറ്റീരിയ എക്സ്പീരിയൻസ് അതർ കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ് ഇൻ 24 റിസർവേഷൻ കൺസെഷൻ ആൻഡ് അതായത് SC STക്കോ അങ്ങനെയുള്ളവർക്കെല്ലാം റിസർവേഷൻ കൺസെഷൻ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ഇതിനകത്തുണ്ടായി. റിലാക്സേഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് 5 വർഷത്തെ അത് ഇളവുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് 5 വർഷത്തെ ഇളവുണ്ടായിരിക്കും. അതർ ബാക്ക്വേർഡ് ക്ലാസസിന് 3 വർഷത്തെയാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു പ്രാവശ്യം അത് വായിക്കേണ്ട. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ദ സെലക്ഷൻ മെത്തോഡോളജി വിൽ കംപ്രൈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ടെസ്റ്റ് ആണ്. സിലബസ് ഓഫ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBC വിൽ ബി ഹോസ്റ്റഡ് ഓൺ ദ NCERT വെബ്സൈറ്റ് സെപ്പറേറ്റ്ലി. The candidate will have the option to appear for the computer-based test either in Hindi or ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല അവിടെ എക്സാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
there shall be 100 question, 100 question ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്ക് ഷാൽ ബി 100. ഇതിന് 100 മാർക്കാണ് ടോട്ടൽ കിട്ടുന്നത്. ഈച്ച് കറക്റ്റ് ആൻസർ ഷാൽ ബി ക്യാരി 1 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ്. ദർ ഷാൽ ബി നോ നെഗറ്റീവ്. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത് നെഗറ്റീവ് മാർക്ക് ഇതൊന്നും ഒന്നുമില്ല. ഡ്യൂറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CVT ഷാൽ ബി 90 മിനിറ്റ്. 90 മിനിറ്റിന്റെയാണ് ഇത്. ഈ കമ്പ്യൂട്ടർ കാൻഡിഡേറ്റ് ഹാവ് ടു ഗീവ് പ്രിഫറൻസ് ഓഫ് സിറ്റി ഓഫ് ദെയർ ടെസ്റ്റ് സെന്റർ വൈൽ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് നോ ചേഞ്ച് അണ്ടർ എനി സർക്കംസ്റ്റാൻസ് വിൽ ബി കൺസിഡേർഡ് സബ്സിക്വന്റ്ലി. However, NCRTC reserve the right to assign any test center എന്നത് ഡൽഹി, NCR, ലക്നോ, അഹമ്മദാബാദ്, ഭോപ്പാൽ, മുംബൈ, കൊൽക്കത്ത, ഭുവനേശ്വർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ. ഇത്രയും കാര്യങ്ങളിലാണ് ഇത്രയും ലൊക്കേഷനിലാണ് ഇവർ ടെസ്റ്റ് സെന്റർ നടത്തുന്നത്. നമുക്ക് അനുയോജ്യമായത് ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. അപ്പം ഇത് നോക്കുക. ഇനി ഇതിനകത്ത് പ്രൊവിഷൻ പീരീഡ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് 2 വർഷത്തെ പ്രൊവിഷൻ പീരീഡ് ഉണ്ട്. ഇനി സെക്യൂരിറ്റി ബോണ്ട് ഉണ്ട് ഇതിനകത്ത്. അത് മിക്ക ഗവൺമെന്റ് ഇത് അപ്പോയിന്റ്മെന്റിനും അങ്ങനെ ഉണ്ട്. അതായത് ദ സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ ഹാവ് ടു എക്സിക്യൂട്ട് എ security bond to serve the corporation for a minimum period as given below. ബോണ്ട് എമൗണ്ട് 1.5 ലക്ഷം രൂപയാണ്. മിനിമം പീരീഡ് ഓഫ് സെർവ് ദ കോർപ്പറേഷൻ 1.5 ഇയർ. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ നിങ്ങൾക്ക് നഷ്ടമാകും. അല്ല, അവര് നിങ്ങളെ വിടുകയാണെങ്കിൽ, നിങ്ങളെ പിരിച്ചു വിടുകയാണെങ്കിൽ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് 1.5 ലക്ഷത്തിന്റെ കോമ്പൻസേഷനും കിട്ടുമെന്നാണ് അവർ പറയുന്നത്. 1 month പീരിയഡ് നോട്ടീസ് ഓൺ ഐദർ സൈഡ് വിൽ ബി റിക്വയർഡ് ടു ബി സെൻഡ് ബിഫോർ റെസിഗ്നേഷൻ ടെർമിനേഷൻ ഫ്രം ദ കോർപ്പറേഷൻ. അങ്ങനെ ഇവർ ടെർമിനേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ 1 മാസത്തിന് മുന്നേ നമ്മൾ ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇൻഫോം ചെയ്യണം. ഇനി ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പോട്ടെ. നമുക്കിനി പരീക്ഷ ഫീസിലേക്ക് വരാം. ട്രെയിനിങ്, പേയ്മെന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. UROBC, EWS and ex-serviceman candidate are required to pay a non-refundable fees or ₹1000. അതായത് 1000 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് GST. അതായത് GST 18% കൂട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് 1180 രൂപയോളം വരും. അതായത് UROBC, EWS അത് ജനറലിലെല്ലാം ഇത് തന്നെയാണ് ഈ ഒരു ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇനി SC, ST, PWD കാറ്റഗറി കാൻഡിഡേറ്റ് ആർ നോട്ട് റിക്വയർഡ് ടു പേ എനി ഫീസ്. അങ്ങനെ SC, ST, PWD കാറ്റഗറിയിലുള്ളവർ ഇതിന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുന്നെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഉണ്ട്. നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ അവരുടെ ഈ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോയിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ടു ഫോർവേഡ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ നോക്കി നിങ്ങൾ ഇവരുടെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നോക്കി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആദ്യം നല്ല കണക്ക് പഠിക്കുക. സമയമുണ്ട്. അടുത്ത ഏപ്രിൽ 24 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യുവാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു പൊസിഷനിലേക്കാണ്, ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ നമ്മളുടെ വെരിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത്. വെരിഫൈ ചെയ്യുകയാണ്. ഇത് ചിലർ വെരിഫൈ സക്സസ്ഫുള്ളി പറയുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരത്തുള്ളൂ. വെബ്സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിവിടെ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന്. ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, മിക്കപ്പോഴും ഇപ്പം വരുന്ന വീഡിയോയിലല്ല അല്ലെങ്കിൽ വേക്കൻസികളിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുക. അത് കണക്ക് തന്നെ ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് ഇവിടെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചത് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ പോവുക. സ്റ്റാർട്ട് ആപ്ലിക്കേഷനിൽ പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഐ ഡു ഹിയർ ബൈ, അതായത് ഈ ടിക്ക് ചെയ്യുക. ഐ ഡു ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് ഡൗൺലോഡ് ദ ഡീറ്റെയിൽഡ് NCRTC's അഡ്വൈസേഴ്സ്മെന്റ് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്നുള്ള കാര്യം ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷനിലേക്ക് വരിക.
ഇവിടെ ഓരോ കാര്യങ്ങൾ മൊബൈൽ നമ്പർ ആദ്യം വെരിഫൈ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിലേക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അത് കണക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വേക്കൻസി വന്നു കാണത്തില്ല. അപ്പം അടുത്ത വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വേക്കൻസിയുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ബാക്കി ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.